ഹരേ ജഗദമ്മ, എന്റെ ജഗദമ്മേ, ഞാൻ നിന്റെ അടുത്ത് പ്രാർത്ഥിച്ചതുപോലെ നീ എല്ലാവർക്കും, എനിക്ക് പണി തന്ന എല്ലാവർക്കും നീ നല്ല പണി കൊടുക്കണേ, നല്ല കിടിലം പണി തന്നെ കൊടുക്കുന്നേ. നിനക്ക് ലോകത്തുള്ള എല്ലാ വഴിപാടും നിനക്ക് ഞാൻ ചെയ്തു തരാമേ എന്റെ ജഗദമ്മേ. ഹരേ കൊച്ചേ. അയ്യോ എന്റെ ജഗദമ്മ. അല്ല ജഗദപ്പ, ഇങ്ങോട്ട് നോക്ക്. ഓ അമ്മയായിരുന്നാ? കാര്യം ഞാൻ പറയാം. ഇമാതിരിയുള്ള സംഭവങ്ങളൊക്കെ മഹാവൃത്തികെട്ട പരിപാടിയാ. എന്ത് വൃത്തിയുടെ? ഞാൻ ഒന്നും കാണിച്ചില്ലല്ലോ. ഇല്ലേ? കാണിച്ചില്ലേ? മറ്റുള്ളവരെ നശിക്കണമെന്ന് പറഞ്ഞ് നീ ഓരോന്ന് വിളിച്ചു കൂവിയല്ലേ ഇപ്പൊ ഇവിടെ. അക്കാര്യമാണ് ഞാൻ പറയുന്നത്. ശരിയല്ല. അപ്പൊ എല്ലാം ഒളിഞ്ഞിരുന്ന് കേക്കായിരുന്നു. അയ്യോ, ഒളിഞ്ഞിരുന്ന് കേൾക്കാൻ നീ ഇങ്ങനെ കുണൂന്നല്ലേ പറയാം. 10 കട്ടക്കാലെ വിളിച്ചു കൂന്നത്, എങ്ങനെ കേൾക്കാതിരിക്കും? മോശം മോശം. ചന്ദ്രഹാസത്തിലെ സുഹാസിനി അമ്മ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്ന. അയ്യേ, എന്തൊരു വൃത്തികെട്ട സ്വഭാവം. മര്യാദക്ക് സംസാരിക്കുക. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ല പിന്നെ അമ്മ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? പറ. ഇങ്ങോട്ട് വന്നത് ഞാൻ എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വന്നത് മുത്തു എവിടെ ചോദിക്കാൻ. അയ്യോ, മുത്തുവാ? മുത്തുനല്ലേ രാവിലെ അമ്മ എങ്ങോട്ടാ പറഞ്ഞു വിട്ടത്? ഓ, പറഞ്ഞോലെ ശരിയാണല്ലോ, ഞാൻ മറന്നു. അത് മനുഷ്യൻ മറക്കാൻ പാടില്ലേ? മറക്കും. മറക്കുന്നതിന്റെ കൂട്ടത്തെ എന്റത് ചെയ്ത ക്രൂരതൊന്നും മറക്കരുത് കേട്ടാ. ഞാൻ തിരിച്ച് പകരം വീട്ടുമ്പോ അത് എണ്ണി എനിക്ക് ചോദിക്കണം. അത് ശരി, ഞാൻ എന്തോ ക്രൂരത കാണിച്ചതാ നീ പറയുന്നേ? അമ്മ വലിയ നടിയൊക്കെ ആയിരിക്കും. പക്ഷേ അത് എന്റെ അടുത്ത് എടുക്കാൻ നോക്കണ്ട. അയ്യോ, നടി ആയതുകൊണ്ടാണല്ലോ നിന്നെയൊക്കെ സഹിച്ച് ഞാൻ ഈ വീട്ടിൽ അഭിനയിച്ച് കഴിയുന്നു. അമ്മയുടെ കമ്പനിയുടെ മുകളിൽ ഞാൻ പറക്കുന്നു വിചാരിച്ചില്ല എന്റെ കമ്പനി അമ്മ പൂട്ടിച്ചത്. അമ്മ ക്രൂര. നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ ഈ സീരിയലിലൊക്കെ കാണുന്ന അമ്മായിയമ്മയായിട്ട് മാറും. എന്നാലേ ഞാൻ അമ്മായിയുടെ മരുമകളാകും. അമ്മായിക്ക് വിഷം കൊടുത്ത് കൊന്ന മരുമകൾ കാണണോ? ആണോ? നീ ആവോ? എന്നാവെന്ന് അറിയണമല്ലോ. അത് ശരി. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാൻ അരിക്കൊമ്പനായിട്ട് മാറും. ഞാൻ ചക്കക്കൊമ്പനായിട്ട് മാറും. ഈ ചക്ക കൊണ്ടാണ് കാര്യ പ്രധാനം. അയ്യോ, ഒരു പെണ്ണ് വന്നിരിക്കുന്നു. എന്താടി കുറിച്ച് നോക്കുന്നത്? കൊച്ചമ്മ. ഓ, വന്നാ? അയ്യോ, ഇതെന്തോ നിയമവട്ടാ മത്സരവും. അത് തന്നെ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. അയ്യോ, കൊച്ചമ്മ പറഞ്ഞ ചരടും കിട്ടി, ഏലസും കിട്ടി. ഇനി അങ്ങോട്ട് കെട്ടിയാ മാത്രം മതി. ഏലസല്ലടാ, ഏലം. ഏലത്തല്ലേ? അയ്യോ എടാ, നല്ല ഏലം കിട്ടിയെങ്കിലേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ. നീ എന്തോന്ന് പറഞ്ഞത്? ഓ ഓ ഓ ഓ ശരി തന്നെ കൊച്ചമ്മ. ആ ഏലക്കാട് മൊത്തം കത്തിപ്പോയി കൊച്ചമ്മ. അതെ. ദൈവമേ, എന്തോന്ന് ചെയ്യാൻ? അയ്യോ സത്യം. എന്ത് തെന്നിനുള്ള ഏലം തന്നെ. നീ ഒരു കാര്യം ചെയ്യും, കൂടുതൽ കുളവാക്കാൻ നിൽക്കാതെ മുറിയിലോട്ട് വാ. പിന്നെ ഏലക്കാടിന്റെ കാര്യം പറഞ്ഞതേ സത്യമാണ്. അമ്മയാണ് സത്യം. ഞാൻ ഒന്നും ചോദിച്ചില്ല. നത്തെ നിന്റെ അച്ഛൻ എന്താ? ഒന്നുമില്ലേ, എന്തോ പറഞ്ഞില്ലേ? അന്ന് ഞങ്ങള് ജപ്പാനിലായിരിക്കും. ഒരു ഫാമിലി ടൂർ. നീ ഇപ്പൊ ജപ്പാനിൽ പോണേ? എന്നാ അച്ഛാ നമ്മള് ജപ്പാനിൽ പോണേ? അതെ. അവളായിരിക്കും പോണത്. എന്തായാലും രക്ഷപ്പെട്ടു നമ്മൾ. അതെ, സംസാരിച്ചോണ്ട് നിക്കാതെ ബസ് ഇപ്പൊ വരും. പ്രക്ഷോഭപ്പെട്ട അവളെ ഒരിക്കൽ താഴോട്ട് വിട്. ഓ ശരി വേണം. അല്ല, അവക്ക് പ്രക്ഷോഭേട്ടന് ഒരുക്കുന്നതാ ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാനും അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. കുട്ടികളുടെ ഇഷ്ടം. ഇല്ല അച്ഛാ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അതെ. അമ്മ ഞാൻ പോവാണേ. താഴെ കിച്ചണിൽ ചെന്ന് മുത്തോണ്ടന്റെ കയ്യിൽ നിന്ന് ടിഫിൻ വാങ്ങിച്ചിട്ടേ പോകാവുള്ളൂ. പോയിട്ടോ? മോള് സ്കൂളിൽ പോകാൻ ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവക്ക് അച്ഛൻ തന്നെ എല്ലാം ചെയ്യണം. എന്റെ പൊന്നു ലക്ഷ്മി, നിനക്ക് ആ ടിഫിനെങ്കിലും ഒന്ന് എടുത്തു കൊടുത്തുകൂടി? പ്രീതേ, ഞാൻ നിന്നെ തിരിച്ചങ്ങോട്ട് വിളിക്കാട്ടോ. ഏട്ടന് ഇവിടെ ദുബായിക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നീ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കേടാ, ബൈ. ടേക്ക് കെയർ. ലക്ഷ്മി, ഇത് എന്തോക്കെയാണ്? ജപ്പാൻ, ദുബായ്, എന്തുമാത്രം തള്ളാണ് നീ തള്ളണത്? പിന്നല്ലാതെ, ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുമാരൊക്കെ എന്നെ വില വെക്കുവോ? അതെന്ത് വില വരാത്ത? എന്റെ ഭർത്താവ് ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ്. ഫ്ലൈറ്റിൽ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. രാജ്യമൊക്കെ കറങ്ങുന്ന ആളാണ്. ഇങ്ങനെയൊക്കെയാ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാ ഇവളുമാരൊക്കെ എന്നെ വില വെക്കുന്നത്. എടി, വില ഉണ്ടാക്കാൻ വേണ്ടി നീ കള്ളത്തനമൊക്കെ പറഞ്ഞാല് അവസാനം അതൊന്നും സത്യമല്ലെന്ന് അറിഞ്ഞാ ഇതുങ്ങളെ മുഖത്ത് നിനക്ക് നോക്കാൻ പറ്റും? പിന്നെ അവരെങ്ങനെ അറിയും? നമ്മളതൊക്കെ അങ്ങ് ഒറിജിനൽ ആക്കിയാ പോരെ. അതെങ്ങനെ ഒറിജിനൽ ആക്കണത്? നമുക്കും ജപ്പാനിലൊരു ട്രിപ്പ് പോകാം. കൊള്ളാം, നൈസ് മൂവ്.
അപ്പൊ ഫോണിലെ പിന്നിലെ രഹസ്യം അതായിരുന്നു. പ്രശോഭേട്ടൻ എന്തിനാ ചിരിക്കണേ? അല്ല, നിന്റെ ഡാഡി ഇവിടെ നമുക്ക് പോകാനുള്ള പൈസ കൊണ്ട് വച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ച് ചിരിച്ചതാ. അതിനെന്തിനാ എന്റെ അച്ഛൻ പൈസ തരുന്നത്? ഒരു 3 ടിക്കറ്റ് എടുക്കാനുള്ള പൈസയൊക്കെ പ്രശോഭേട്ടൻ്റെ കയ്യിൽ എടുക്കാനില്ലേ? അയ്യോ, എന്റെ കയ്യിലില്ല. ലക്ഷ്മി, നീ വെറുതെ രാവിലെ ഓരോ പ്ലാനുമായിട്ട് വരല്ലേ. സ്വന്തം ഭാര്യയും മോളെയും ജപ്പാനിൽ ടൂർ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ഭർത്താവ് ഒരു വലിയ ബിസിനസ് മാഗ്നറ്റ് അത്ര. എടി, ഞാൻ ബിസിനസ് മാഗ്നറ്റ് അല്ല, ഞാൻ വെറും തുരുമ്പാണ്. എന്റെ അമ്മയാണ് ബിസിനസ് മാഗ്നറ്റ്. നീ ഒരു കാര്യം ചെയ്യും, എന്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട്, അമ്മ ഞങ്ങൾക്ക് ജപ്പാനിൽ നിന്ന് വയലൊക്കെ പോണം, കുറച്ച് പൈസ തരുമെന്ന് അപേക്ഷിക്കും. പ്രശോഭേട്ടൻ ചോദിച്ചിട്ട് തരുന്നില്ല, പിന്നെ ഞാൻ ചോദിക്കും. അപ്പൊ അത് നിനക്ക് നല്ലോണം അറിയാല്ല, പിന്നെ എന്തിനാണ് ഇതും കൊണ്ട് വരണത്? അല്ല, ഇപ്പൊ നിനക്ക് പെട്ടെന്ന് ജപ്പാനിൽ പോകാനുള്ള ആഗ്രഹം ഇവിടെ നിന്ന് വന്നു. എന്റെ ഒരു ഫ്രണ്ട് ജപ്പാനിലുണ്ട്. അവൾ അവിടുന്ന് റീൽസ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. അപ്പൊ തൊട്ടൊരാഗ്രഹം വന്നതാ. അയ്യോ, നിന്റെ ഫ്രണ്ട് അല്ലേ, വെറുതെ കുത്തിയിരുന്ന് ഓരോന്ന് കാണിക്കുമെന്ന് എനിക്കറിയാം. കുഞ്ഞേ, എന്നാ, എന്താണ്? ഇതിൽ 2 ഏലസ് ഉണ്ട്. 2 പേര് അരയെ കെട്ടിക്കോളാൻ കൊച്ചമ്മ പറഞ്ഞു. ഏലസാ? അതെന്തിനാ? അതായത് നമ്മുടെ ചന്ദ്രകാശത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് പലരും പണി തുടങ്ങിയിട്ടുണ്ട്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഏലസ്. അതാര്? അണ്ണ ഇത് എന്തോന്ന് പറയണത്? ആര് പണി തരായിന്ന്? മനസ്സിലായില്ലേ? സുരഭി. സുരഭിയോ? ആ, അതെന്തിന്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന്. അതായത് അവളുടെ കമ്പനിയെ തകർക്കാൻ ശ്രമിച്ചവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പൂജയും വഴിപാടും നടത്തുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അമ്മയാണ് സത്യം. ആ, എന്തായാലും ഈ ഏലത്ത് കെട്ടി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. അരയെ തന്നെ കെട്ടിക്കാം, മറക്കല്ലേ. ആ, പ്രശോഭേട്ട, സുരഭി അങ്ങനെയൊക്കെ ചെയ്യൂ? അവൾ ഇത്രയ്ക്ക് വിഷമോ? എടി, നിനക്കെന്തടി തലയ്ക്ക് വെളിവില്ലേ? അങ്ങേര് വായി തോന്നി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്നും പറഞ്ഞു. അപ്പൊ നിങ്ങൾ കെട്ടുന്നില്ലേ? എനിക്കൊന്നും വേണ്ട. എന്തായാലും ഞാൻ കെട്ടാൻ പോവാം. നീ എന്തോ ചെയ്യും. എനിക്കൊന്നും പറ്റില്ലേ? സ്വാമിജി, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാ. അതിനുശേഷം എന്റെ വലത്തെ കൈ എനിക്ക് എടുക്കാൻ വയ്യ, നല്ല വേദന. ആ, അയ്യോ, അതൊക്കെ കെട്ടിയിട്ട് ഒരു പ്രയോജനമില്ല സ്വാമി. അതല്ലേ ഞാനീ പറയുന്നേ. സ്വാമിജി, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനൊരു പ്രതിവിധി സ്വാമിജി ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് കണ്ടുപിടിക്ക്. ആ, അങ്ങനെ ആട്ടെ, എന്നെങ്കിലേ ശരിയാവും. ആ, ആയിക്കോട്ടെ. ആ, ഈശ്വരാ, എന്തോ കൊച്ചേ നിനക്ക്? അമ്മയ്ക്ക് കൈ കഴിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന് തടവി തരുവാ. ഓ, എന്റെ പൊന്നു കുഞ്ഞേ, ഈ കൈയല്ല, വലത്തെ കൈയാ ഞാൻ പറഞ്ഞത്. സോറി അമ്മ. ആ, സോറണ്ട. നീ അവിടെ എവിടെയൊക്കെ പറഞ്ഞേക്ക് ഇല്ലാത്ത വേദന ഉണ്ടാക്കാതെ. ഓ, അയ്യോ, ഒന്നും വേണ്ട, ഇതൊക്കെ ഞാൻ തന്നെ പിടിച്ച് നേരെ ആക്കിക്കോളാന്ന്. അയ്യോ, എന്തിനാ കൊച്ചേ നീ ഇരുന്ന് മോങ്ങുന്നേ? പിന്നെ അമ്മയുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോ എനിക്ക് കരയാതിരിക്കാൻ പറ്റൂ? അമ്മ എന്റെ ആരാ? ആരാ? അമ്മ എന്റെ അമ്മായിയമ്മയായിട്ടല്ല, എന്റെ സ്വന്തം അമ്മയായിട്ടാ ഞാൻ കാണുന്നത്. ദൈവമേ. അപ്പോ അമ്മയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. അല്ല, ഇനിയിപ്പോ എന്തുവാ ഇവിടെ ഇതിന് മാത്രം ഉണ്ടായത്? അത് പറ. അമ്മേ, ആ, എന്റെയും അമ്മയുടെയും ഹൃദയം എന്നൊക്കെ പറയുന്നത് വളരെ ലോലമാണ്. അയ്യോ, എന്റെ ഹൃദയം ലോലമാണെന്ന് നിനക്കെങ്ങനെ അറിയാം? അതുകൊണ്ടാണല്ലോ ഇത്രയും വൃത്തികേടുകൾ അവള് കാണിച്ചു കൂട്ടിയിട്ടും അവളെ ഇവിടെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, അങ്ങനെ. അമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് സുരഭി ഇവിടുന്ന് ഇറക്കി വിട്ടാലോ? ഇതൊന്ന് അല്ല, അവളും പ്രതീക്ഷും പുറത്തു വേറെ എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ. അതാവുമ്പോ നമുക്ക് കൂടോത്രമൊന്നും പേടിക്കാതെ സമാധാനമായിട്ട് ജീവിക്കാലോ. എന്റെ പൊന്നു കുഞ്ഞേ, ഇതൊന്നും അത്ര എളുപ്പത്തിൽ തീരുമാനിക്കാവുന്ന കാര്യങ്ങളല്ല കേട്ടോ. നടക്കുന്നത് വല്ലതും ആലോചിച്ച് പറ. എന്റെ അമ്മേ, ഇതാണ് ബെസ്റ്റ് ടൈം. ഇപ്പോഴെങ്കിലും അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ അമ്മയ്ക്കെതിരെ വീണ്ടും കൂടോത്രം ചെയ്യുവേ. പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. തലവേദനയായല്ലേ ഈശ്വര. കണ്ടോ കണ്ടോ അവളുടെ അഹങ്കാരം കണ്ടോ? എന്തോന്ന്? അവൾക്കിപ്പോ അമ്മ പുല്ല് വിലയാ. അവളാ ചവച്ചരയ്ക്കുന്നത് കണ്ടോ? ആ, ചവച്ചരയ്ക്കുന്നു? അത് ഭക്ഷണം കഴിക്കല്ലേ? അല്ല, പിന്നെ അമ്മേനെ അതുപോലെ ചവച്ച അരച്ച് കഴിക്കുന്നതാണ് അവള് കാണിക്കുന്നത്.
ഇതൊക്കെ ചവച്ചരച്ചാ പിന്നെ ബാക്കി വല്ലതും കാണുമോ? ഒന്നും കാണില്ല. അതെ, കുറച്ച് മര്യാദക്കൊക്കെ ഭക്ഷണം കഴിക്ക് കേട്ടോ. ഞാൻ മര്യാദക്കാണ് കഴിക്കുന്നത്. ആ, മര്യാദക്ക് കഴിക്കുന്നതിന്റെ ഒച്ചയാണോ 10 വീടിനപ്പുറത്ത് കേൾക്കുന്നത്? ഇതെന്തോന്നടി ഇത്? നീ ഇല്ല പശുവിനെ പോലെ അയവിറക്കുന്നോ? എനിക്ക് ഇങ്ങനെ കഴിച്ചാണ് ശീലം. വേണമെങ്കിൽ സഹിച്ചാ മതി. മനുഷ്യരാരും ഇങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഇനിയിപ്പോ നിന്റെ കാര്യം ആർക്കറിയാം? ഒന്നേ ഓ അമ്മേ, അവളെ ഇറക്കി വിടുന്നില്ലേ? നടക്കുന്ന കാര്യം വല്ലോ പറ. ചേച്ചി ചപ്പാത്തി വേണോ? അയ്യടാ, നിന്റെ ചപ്പാത്തിയെ നിന്റെ കൈ തന്നെ വെച്ചാ മതി. ഇനി അതിൽ എന്തൊക്കെ പൊടിയിട്ട് കുഴച്ചെന്നുള്ളത് ആർക്കറിയാം? ഹരേ ജഗദമ്മ, ഹരേ ജഗദമ്മ, എന്റെ ലിസ്റ്റിലുള്ള അടുത്ത ആൾക്ക് പണി കൊടുക്കണമേ. ഹരേ ജഗദമ്മ, ഹരേ ജഗദമ്മ. ഒന്ന് പോയേ. നീ തന്നെ എല്ലാം തന്ന്, നീ തന്നെ എല്ലാം കൊണ്ടു. വിശപ്പും താവൊക്കെ കൊറേ അനുഭവിച്ച് തന്നെയാണ് ഇവിടെ എത്തിയത്. നിനക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ആ മക്കളാ, ആന്റി നാട്ടിൽ സംസാരിച്ചു. ആരുടെ അടുക്കല്ല, ഇവിടെ വന്നു കഴിയുമ്പോ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചതാണ്. പ്രതീക്ഷ മാത്രമേ വന്നുള്ളാ. ഞാൻ വന്നില്ലേ? നിന്റെ ആരുമല്ല. സുരഭി ഇവിടെ. ഞാൻ അവളുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. അവള് വന്നില്ലേ? അവള് വന്നില്ല, അവള് വരൂല. എനിക്കറിയാം. ഇവിടെ വന്ന് നിൽക്കുമ്പോ എന്റെ ചങ്ക തന്നെ പൊടിഞ്ഞു പോകും. പിന്നെ അവൾ എങ്ങനെ വന്ന് നിൽക്കാനാണ്? ആന്റി, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ബിസിനസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വന്നോണ്ടൊക്കെ ഇരിക്കും. അപ്സ് ആൻഡ് ഡൗൺസ്. അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വന്നോണ്ടിരിക്കും. പക്ഷെ നമ്മളതൊക്കെ ഓവർകം ചെയ്തിട്ട് പൂർവാധിക ശക്തിയോടെ ബിസിനസ് വീണ്ടും തിരിച്ചു വരണം. തിരിച്ചു പിടിക്കാൻ എവിടെ ഇരിക്കണ കാശ്? ഉള്ളതെല്ലാം ഒരു സാമ്പത്തിക കൊണ്ടുപോയില്ലേ? നമുക്കൊരു ലോൺ എടുത്താലും. ഉള്ള ലോൺ എങ്ങനെ അടയ്ക്കുമെന്ന് ഓർത്ത് ഇരിക്കുകയാണ്. തന്നെയല്ല, നമുക്കൊക്കെ ആരിനി ലോൺ തരാനാണ് മക്കളെ? ആന്റി, അത് ഓർത്ത് ടെൻഷൻ അടിക്കുന്നു വേണ്ട. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. നിങ്ങൾ എത്തിയായിരുന്ന? അമ്മയും വന്നാ? വാ, വല്ലപ്പോഴെങ്കിലും വന്ന് ഇവിടെ ഒന്ന് അടിച്ചു വാരിടണ്ടേ? ഇവിടെ അടിച്ചു വാരിട്ട് എന്തോ കാര്യം? കിട്ടുന്ന വിലക്ക് കൊടുക്കണം. കിട്ടുന്ന വിലക്ക് കൊടുക്കണമെന്നോ? എന്ത്? അല്ല, ഇപ്പൊ ഇത് കൊടുത്തിട്ട് ബാങ്കിലെ ലോണെല്ലാം അടയ്ക്കണം. പിന്നെ പഴയതുപോലെ തയ്യലിനെല്ലാം പോണം. അത് ശരി. അതിനുവേണ്ടിട്ടാണോ സുരഭി ഇത്ര നാളുകളൊന്നും കഷ്ടപ്പെട്ടത്? കഷ്ടപ്പെട്ടതെല്ലാം പോയില്ല അണ്ണാ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്റെ പൊന്നു ചെറുവി, അതിനുള്ള പ്ലാനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നീ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. എന്തൊരു പ്ലാൻ മക്കളെ? അത് വെറൈറ്റി പ്ലാനാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? മക്കളെ, അവരുടെ കയ്യിൽ എന്തൊരു പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അതുകൂടി ഒന്ന് നോക്കിയാൽ എന്താണ് കുഴപ്പം? ഓ, മോളെ, മോളുടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരാനുള്ള വഴി വേപ്പമ്മയുടെ കയ്യിലുണ്ട്. മടിക്കാതെ വാ മോളെ, ഇരിക്കും മോളെ അങ്ങോട്ട്. എല്ലാ വിഷമങ്ങളും വേപ്പമ്മ മാറ്റിത്തരും. വേപ്പമ്മയോ? അങ്ങനെ ഒരു അമ്മയെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് ഇവിടത്തുള്ളതല്ല, അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ്. മോൾ ഇവിടെ ഇരി അങ്ങോട്ട്. ഉറപ്പായിട്ട് എല്ലാ വിഷമങ്ങളും മാറ്റുമോ? ISI മാർക്കുള്ള ജോത്സ്യനാണ് ഞാൻ. ഇരുന്നാട്ടെ, കൈ ഇങ്ങോട്ട് കിട്ടും. എന്റെ വേപ്പമ്മേ, എന്താണ് ഈ കാണുന്നത്? എന്താ? ഭർത്തൃഗ്രഹത്തിൽ നിന്ന് ഒരുപാട് ആപത്തുണ്ടല്ലോ. എന്ത് പ്രശ്നം? ഇത്രയും നാൾ ജീവിച്ചിരുന്ന തന്നെ വലിയ ഭാഗ്യമാണ്. അയ്യോ, ഇനി ആ സുരഭിയെങ്ങാണോ? അതാരി സുരഭി? അല്ല, എന്റെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയാ. അവൾ ഇച്ചിരി പ്രശ്നക്കാരിയാ. എന്തെങ്കിലും വഴിയുണ്ടോ അതിന്? എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. കൈ ദക്ഷിണ വയ്ക്കും. വൈ പഠിക്കാതെ നടക്കുമല്ലോ അല്ലേ? എല്ലാം വേപ്പമ്മ നടത്തി തരും. ദേവി, വേപ്പമ്മേ കാത്തുള്ളണേ. പരിഹാരം ശരി, മുടി ഞാൻ കൊണ്ടുതരാം. പരിഹാരം കാണണേ. പരിഹാരം വേപ്പമ്മ ഉറപ്പായിട്ട് കണ്ടുവരും. ശരി സ്വാമി.
എന്താ? ഒന്നുമില്ല അമ്മേ. ഒന്നുമില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് ഞാൻ അമ്മയുടെ തല മസാജ് ചെയ്ത് തരട്ടെ. എന്തോന്ന്? തല മസാജ് ചെയ്ത് തരാന്? ആ അല്ല, എന്താ കൊച്ചെന്തിന്റെ കുഴപ്പം? കിടക്കുന്നതിന് മുമ്പ് തല നല്ലപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുന്ന ഞാൻ ഒരു റീൽസിൽ കണ്ടു. ആണോ? എനിക്കിപ്പൊ ഉറക്കത്തിന് ഒരു കുഴപ്പമില്ല, ഒരു മസാജും വേണ്ട. പോകച്ചതിന്റെ പാട്ടില് പാദയാത്രയ്ക്ക് തല മസാജ് ചെയ്യാൻ നടക്കുന്നു. അപ്പൊ ഈ വീട്ടിലൊരു ഒറ്റ ഒരെണ്ണം നോർമൽ അല്ലല്ലോ. പോ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാം. വലുതായിട്ട് ചീത്ത കേൾക്കും കൂടുതൽ സംസാരിച്ച. സ്ഥലം വിട്. ചെറുതായിട്ട് മസാജ്. എന്തുവാ കൊച്ചതിന്റെ കുഴപ്പം? ഒന്നുമില്ല അമ്മേ. അയ്യ, ഇതുവരെ ഇല്ലാത്ത ഒരു മസാജും കൊണ്ട് വന്നിരിക്കുന്നു. എന്തോ കള്ളത്തരമുണ്ട്. എന്തോ ഉടായിപ്പുണ്ട്, അല്ലാതെ ഇവളിനകത്ത് കയറത്തില്ല. അവളില്ല. അവളുടെ ചീപ്പിൽ എന്തായാലും മുടി കാണും, അതിൽ നടക്കാം. ശരി. കാറ്റേ കാറ്റേ മിണ്ടല്ലേ. എന്തിനായിരിക്കും കേറിയത്? അവിടെ കിടക്കട്ടെ. എന്തിനാണ് കേറിയെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. എടോ, ഞാൻ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഓക്കെ ആക്കിയിട്ടുണ്ട്. എന്തൊരു കാര്യം? എന്തൊരു കാര്യം ഒന്നാ? എടി, നീ കമ്പനി റീലോഞ്ച് ചെയ്യുന്ന കാര്യമൊക്കെ മൊത്തത്തിൽ മറന്നുപോയാ? ആ ശരി, അതെന്തായി? ഞാൻ 1-2 പേരോടൊക്കെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരിൽ കുറച്ച് പേരൊക്കെ സുരഭിയുടെ ഈ പ്രൊഡക്റ്റ് അച്ചാറ് യൂസ് ചെയ്തിട്ടുള്ളവരാ, കഴിച്ചു നോക്കിയിട്ടുള്ളവരാ. അപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മൊത്തം ഓട്ടത്തിലായിരുന്നു. വേർത്ത് നാറിയിരിക്കുകയാണ്. ഞാൻ ഒന്ന് കുളിക്കട്ടെ. അയ്യോ, ഇപ്പൊ കുളിക്കരുത്. എന്താടി? ഇപ്പൊ കുളിക്കാൻ പാടില്ല. ഇപ്പൊ കുളിച്ചു കഴിഞ്ഞാലേ തലയിൽ നീരിറങ്ങും, പനി വരും. അതുകൊണ്ട് ഇപ്പൊ കുളിക്കണ്ട. ഇപ്പൊ കുളിക്കണ്ട. ആണോ? ആ അയ്യോ അമ്മ. അമ്മ, ലക്ഷ്മിയെ കണ്ടായിരുന്ന? ഈ പാതിരാത്രിക്ക് അവളെ കണ്ടത്? എവിടെ പോകാനാടാ ഈ നേരത്ത്? ഒരു പിടിയില്ല അമ്മ, ഒരിടത്തും കാണുന്നില്ലേ? ഇവിടെ കുറച്ചു മുമ്പേ മസാജ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചോണ്ട് ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ഫോണാണെങ്കിൽ റൂമിൽ വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഫോണെങ്കിലും ചെയ്തു ചോദിക്കായിരുന്നു. ചേടാ, എവിടെ പോകാൻ? ആ ടെറസിലെങ്ങാനും നിപ്പുണ്ടായിരിക്കും, നീ പോയി നോക്ക്. ടെറസിൽ നോക്കിയില്ല. അവളല്ലേ ആള്. ചെല്ല്, നിനക്ക് മസാജ് ചെയ്ത് തരുമ്പോ 12 മണിക്ക് ലക്ഷ്മി എനിക്ക് വയ്യ. സുരഭി, ദേഹം മൊത്തം തണുത്തു, ഇനി കുളിച്ചാലോ? ഇപ്പൊ വേണ്ട, കുറച്ചും കൂടെ കഴിയട്ടെ. പോടിയോടെ, ഞാൻ പോയി കുളിക്കട്ടെ. വേണ്ട, ഇവിടെ ഇരിക്കും, കുറച്ചും കൂടെ കഴിയട്ടെ. നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്താടി? സുഖല്ലേ? കുഴപ്പമൊന്നുമില്ല. അയ്യേ, ഇവർക്ക് നാണമില്ലേ? എടാ, അയ്യോ, എന്തെണ്ണ? അല്ല, ഞാന് ഒരു കാര്യം. എന്താ ചേട്ടാ, കാര്യം പറ. ലക്ഷ്മിയെ കാണുന്നില്ലടാ. അയ്യോ, കാണുന്നില്ലേ? ഇല്ല. എവിടെ പോയി? അല്ല, അപ്പൊ ഇവിടെ വന്നില്ലേ? വന്നില്ല. അയ്യോ, താഴെ അമ്മയുടെ അടുത്തും പോയില്ലല്ലോ. അയ്യോ, എന്തെങ്കിലും പറ്റിയോ എന്തോ? അയ്യോ അയ്യോ, അമ്മ, അമ്മ, ചേട്ടാ,
എടാ ഞാൻ ഇനി എന്തോ ഇവിടെ എവിടെ പോയി അന്വേഷിക്കാം അവളെ? അപ്പൊ നമുക്ക് തപ്പാന്ന് ടെൻഷൻ അടിക്കാതെ. അയ്യോ എന്തായടാ? അമ്മ അവളെ ഇവിടെ ഒന്നും കാണാനില്ലമ്മ. അയ്യോ അവള് എവിടെ പോയി കിടക്കുവാ? എനിക്ക് അറിഞ്ഞൂടമ്മ, ഇവിടെ വന്നിട്ടില്ലെന്നാ പറയണേ. എന്തൊരു കഷ്ടമാ ദൈവമേ ഇത്. എവിടെയെങ്കിലും പെട്ട് കിടക്കണമെന്ന് തോന്നുന്നു. പെറ്റ് കിടക്കുന്നു? പെറ്റില്ലമ്മ, പെട്ട് കിടക്കുന്നു. ഓ എന്റെ പൊന്നെ, ഒരു കാര്യം ചെയ്യ്, നമുക്ക് പോലീസിനെ വരും. ആ പോലീസിനെ അറിയിക്കാം പെട്ടെന്ന്. ഞാൻ SI ഒന്ന് വിളിക്കട്ടെ. അയ്യോ അമ്മ പോലീസിനെ വിളിക്കല്ലേ, ഞാനിവിടെ ഉണ്ട്. ലക്ഷ്മി സൗണ്ട് അല്ലേ കേൾക്കുന്നത് ഇതിനകത്തുനിന്ന്? അയ്യോ ഒന്ന് ഞാൻ തുറന്നു കൊടുക്കും വെച്ചേ. എന്ത് ചെയ്യുമെന്ന് പറ. നീ എന്തോന്നാ പെണ്ണ ഇതിനകത്ത് കാണിച്ചോണ്ടിരുന്നത്? എന്റെ ഷാമ്പു തീർന്നു, ഷാമ്പു എടുക്കാൻ വന്നതാ. പാതിരാത്രിക്ക് ഷാമ്പു എടുക്കാൻ വന്നത് എന്താ, കുടിക്കാനോ? അത് പ്രശോഭട്ടൻ പറഞ്ഞു അടുത്ത് കിടക്കുമ്പോ മണം വേണമെന്ന്. അടുത്ത് കിടക്കുമ്പോ ഷാമ്പുവിന്റെ മണം വേണമെന്ന്? കോരി ഒഴിക്കുന്നല്ലേ കൊറേ, അവൻ 2 ദിവസം കിടന്ന് മണക്കട്ടെ. ദൈവമേ, ഞാനിപ്പോ ഒന്നേ ഉള്ളൂ. അല്ല എപ്പ വന്നാലെന്താ, ഇതാണ് ഇവിടുത്തെ സ്ഥിതി. യോ ഇങ്ങനെ കൊറേ മക്കളും മരുമക്കളും, എന്റെ ഭഗവാനെ ഒരു രക്ഷയില്ല. വിളിച്ചോട്ട് പോടാ അതിനെ എങ്ങോട്ടെങ്കിലും പോ. ഷാമ്പു തേക്കുന്നു. 2-3 ഷാമ്പു കൂടെ വാങ്ങിച്ചോ? അത് തന്നെ ഇതൊന്ന് ഷാമ്പു വാങ്ങിക്കേ. അത് വാങ്ങിച്ചോളാം.